അപ്പോൾ ഇവിടെ നടക്കുന്ന ഇപ്പോൾ അടുത്ത സംഭവം എന്നറിയോ, ഇതുപോലെ വണ്ടികൾ ഒരുപാടുണ്ട്. ഇതുപോലുള്ള വണ്ടികളുടെ ടയർ മോഷ്ടിച്ചുകൊണ്ട് പോവാ. എന്തോരം ജനങ്ങളാണ് അല്ലേ. എന്താ നമ്മൾ കുറെ പറഞ്ഞു നോക്കി, പക്ഷെ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ. ഏത് നാട്ടിലും എവിടെയും ഇങ്ങനെ എല്ലാ ആളുകളും ഉണ്ടാവുമല്ലോ. അതെ അതെ, അതിലിപ്പോ നമ്മൾ ക്ഷമിക്കല്ല. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യന്മാരുടെ ജഡം, അവരുടെ ആ ഒരു ബോഡി പോലും കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട്. ആ മനുഷ്യന്മാരുടെ ഒക്കെ ആ ഒരു ചോരയും കൈകാലുകളും വിരലുകളും തലയും തലച്ചോറൊക്കെ ചിന്നി കിടന്നിരുന്ന ആ ഒരു മണ്ണില് എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ നോക്കി എടുക്കുന്ന ആളുകളുടെ ചിന്തപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കണട്ടെങ്കിൽ കുറെ ആളുകൾ ഭയങ്കര കൗതുകത്തോടൊക്കെ പറയുന്ന വിഷയങ്ങളാണ്. ചില മനുഷ്യന്മാര് മൃഗങ്ങളെ പോലെ എന്നുള്ളതൊക്കെ. സത്യത്തിൽ എല്ലാ മനുഷ്യന്മാരും അങ്ങനെ തന്നെ, അതിലൊരു വ്യത്യാസമില്ല. ഇപ്പൊ ഈ പറയുന്ന ഞാനാണെങ്കിലും ഇതറിഞ്ഞി കേൾക്കണമെന്നുണ്ടെങ്കിൽ അവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ഉള്ളിലൊരു മൃഗം എപ്പോഴും ഇറങ്ങി കിടക്കുന്നുണ്ടാവും. ഇപ്പൊ ഈ വയനാട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ അവിടെ എന്താ പറയാ, ഈ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ കുറെ ആളുകൾ സ്വന്തം ശരീരം, ആത്മാവ് എന്നുള്ള അതൊക്കെ എല്ലാം മറന്ന്, സ്വന്തം അധ്വാനം മറന്ന്, കുടുംബം മറന്ന്, അവരുടെ വീട്ടിലെന്തെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നുള്ളതൊന്നും നോക്കാതെ രക്ഷിക്കാനും അതല്ലെങ്കിൽ ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ടോ എന്ന് നോക്കിയെടുക്കുന്ന ആളുകളൊക്കെ ഈ വയനാട്ടിൽ ഇപ്പോഴും ഉണ്ട്. റെസ്ക്യൂ ടീംസ് ഒക്കെ ഇഷ്ടം പോലെ. അതിന്റെ ഇടയിലും വേറെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ട്. അത് എന്താ പറയാ, അവിടെ നിന്ന് ഇനിയിപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടിന്റെ ഉള്ളിൽ നിന്ന് എന്തെങ്കിലും സ്വർണ്ണോ പൈസ അല്ലെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളോ ഒക്കെ. ഫിറോസ് ചുട്ടിപ്പാറ എന്ന് പറഞ്ഞ ഫിറോസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണ് വണ്ടിന്റെ ടയർ. അതായത് ഈ ഉരുൾപൊട്ടിയിട്ടുള്ള ഒരു എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അത് തോന്നുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. മനുഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ രീതിയിലുള്ള മനുഷ്യന്മാർ കേരളത്തിലും നല്ല എല്ലായിടത്തും ഉള്ളതാ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ കാഷ്ടം കിട്ടിക്കഴിഞ്ഞാലും ഫ്രീ ആയിട്ട് വെറുതെ കാഷ്ടം കിട്ടിക്കഴിഞ്ഞാൽ അതുവരെ പൊതിഞ്ഞെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കുറെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുന്ന ടീംസാണ് മലയാളികൾ. കൂടുതലായിട്ട് അതിനൊന്നും ഡെക്കറേഷനും ഇല്ല. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടുന്ന ആളുകളൊക്കെ അവിടെയൊക്കെ തന്നെ ഉള്ളതായിരിക്കും, ആ പരിസരത്തൊക്കെ ഉള്ളത് തന്നെ ആയിരിക്കും. ഇത് ബംഗാളികളുടെ പേരിൽ ആക്കാനുള്ള കുറെ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ വേറെ ആരോ പുറത്തുനിന്ന് ഇത് ചെയ്തതാന്നൊക്കെ പറയുന്നത് അവിടെ എവിടെയെങ്കിലൊക്കെ ഉള്ള ആളുകൾ തന്നെ ആയിരിക്കും. അത് ആരാ എന്താ എങ്ങനെയാണെന്നൊന്നും ആയിരിക്കും പറയാൻ പറ്റില്ലല്ലോ. ഇത്രയും വൃത്തികെട്ട തരംതാന്ന മനുഷ്യന്മാര് വേറെ ഒടിൻ ഉണ്ടാവും. അത്രയും മരിച്ച മനുഷ്യന്മാരുടെ ജഡം പോലും കിട്ടിയിട്ടില്ല മുഴുവനത്തോടെ. അതിന്റെ ഇടയിലൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചു നോക്കുന്നത്. ഇപ്പൊ ഓക്കെ, ഇപ്പൊ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു 2000 റുപ്യ അല്ലെങ്കിൽ ഒരു 500 റുപ്യ ഒരു ഒറ്റ നോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ എന്റെ മനസ്സാണെങ്കിൽ ശരി, ഇതെങ്ങനെ ഇപ്പൊ മിസ്സാക്കാൻ ഞാനും ചിന്തിക്കും. ഞാൻ അങ്ങനെ തെളിഞ്ഞ ഒരാളൊന്നല്ല. പക്ഷെ എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു ഉപമ പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇതിപ്പോ ഇനി ആർക്കും വേണ്ടി വരില്ലല്ലോ, ഇതൊക്കെ വെറുതെ ഇവിടെ കിടക്കുകയാണല്ലോ, ഇപ്പം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ കിട്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എടുത്ത് കൊണ്ടുപോണ ടീം ഈ പൊളിഞ്ഞ് ഒരു വസ്തുവിനും ഓരോരുത്തരുടെ സങ്കടം. ഇപ്പൊ അവിടെ തൊഴിലില്ലാത്ത ആളുകളുണ്ട്, ഒരിത്തിരി വെള്ളം പോലും കിട്ടാത്ത ആളുകളുണ്ടാവും, ഭക്ഷണം കഴിക്കാത്ത ആളുകളുണ്ട്, ഓരോരുത്തർ വീട് പോയി ആ ഒരു വിഷമത്തിലും സങ്കടത്തിലും ഒക്കെ അവരുടെ അവസ്ഥ അവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതാർക്കും വേറെ ഒന്നും സങ്കല്പിച്ച് നോക്കാൻ പോലും പറ്റാത്ത ഒരു സംഭവമാണ് അത്. അതിലൊക്കെ കിടന്നിങ്ങാണ്ട് ഇങ്ങനെ അതിന്റെ അപ്പൊന്നും മക്കളെ ഇതാ പറഞ്ഞത് ഈറ്റിങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള കുറച്ച് ടീംസിനൊക്കെ ഇത്തിരി തീട്ടം അത് കിട്ടിക്കഴിഞ്ഞാലും എല്ലാം പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുപോകുന്ന ടീംസാണ് ഇതൊക്കെ. അതിൽ കൂടുതലൊന്നും പറയേണ്ടേ ഇല്ലല്ലോ. എന്നാലും ഞാൻ ആലോചിക്കുന്നത് ഈ മനുഷ്യന്മാരുടെ ജഡം, അവരുടെ ആ ഒരു ബോഡി പോലും കിട്ടാത്ത ഒരുപാട് കുടുംബങ്ങൾ അവിടെ ഉണ്ട്. ആ മനുഷ്യന്മാരുടെ ഒക്കെ ആ ഒരു ചോരയും കൈകാലുകളും വിരലുകളും തലയും തലച്ചോറൊക്കെ ചിന്നി കിടന്നിരുന്ന ആ ഒരു മണ്ണില് എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടോ നോക്കി എടുക്കുന്ന ആളുകളുടെ ചിന്തപ്പാട് ഒന്ന് ആലോചിച്ച് നോക്കണട്ടെങ്കിൽ ഇതെന്താ ഇപ്പൊ ഇതിനൊക്കെ പറയാം. ഭയങ്കര ഇതൊക്കെ നമുക്ക് കേരളത്തിൽ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേക തരം പ്രതിഭാസമാണ്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോ ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം, പ്രളയം, ഇതുപോലെ ഉരുൾപൊട്ടൽ, ഇനിയിപ്പോ കോവിഡോ അല്ലെങ്കിൽ ഇനിയിപ്പോ എന്ത് സംഭവം വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൊച്ചക്കെട്ടായി തരണം ചെയ്യാനുള്ള വേറൊരു കഴിവും കൂടി ഉണ്ട്. അത് വേറൊരു ഭാഗമാണ്. പക്ഷെ ഇത് കേരളക്കാർക്ക് മാത്രം എല്ലാവർക്കും പൊതുവെ ഈ ഒരു സംഭവമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലും ഈ സംഭവം ഇതുപോലെ ഈ പറഞ്ഞ പോലെ തന്നെ എന്ത് കിട്ടിയാലും വീട്ടിൽ കൊണ്ടുപോകണ ആ ഒരു മൈൻഡുള്ള ആളുകൾ കേരളത്തിലും കുറച്ച് കൂടുതലാണ്. എന്നാലും ഇതുപോലുള്ള ഒരു സ്ഥലത്തൊക്കെ വന്നുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുന്ന ആളുകളായി അങ്ങനെയുള്ള ഏതെങ്കിലും ഒരുത്തന്നെ കൈമ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ തന്നെ പിടിച്ച് കെട്ടിയിട്ടല്ല ഫുള്ള് ഉടുതുണിയൊക്കെ അയച്ച് ഊറ്റി മാറ്റിയിട്ട് അവിടെ തന്നെ ആരെങ്കിലും ഈ എരിയിലിടിഞ്ഞു പൊളിഞ്ഞ് വികാനായ വീട്ടിൽ തന്നെ കെട്ടിയിട്ടാണ്. അല്ലാതെ ഇതിനൊന്നും വേറെ പരിപാടി ഉണ്ടാവില്ല.